ഒരു പുതുവർഷം കൂടി വന്നുവല്ലേ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഒരു ഹെൽത്തി റെസിപ്പി ആക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കൂടെ ഷോപ്പിങ്ങും എല്ലാം കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ലഡ്ഡു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം വെളുത്ത എള്ളുണ്ടല്ലോ, അതൊരു 2 മിനിറ്റോളം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് കറുത്ത എള്ളാണ്. അളവെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വീതമുണ്ട് എടുത്തിരിക്കുന്നതെല്ലാം. പിന്നെ ഇതിലേക്ക് കാഷ്യൂനട്ട്, ബദാം, വാൽനട്ട്, പംകിൻ സീഡ് എല്ലാം കൂടി ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് റോസ്റ്റ് ചെയ്തതിന് ശേഷമുണ്ട് പിന്നെ പിസ്ത റോസ്റ്റഡ് ആയിരുന്നു, അതുകൊണ്ട് പിസ്താഷ്യം, പിന്നെന്താ ഇതിലേക്ക് ഒരു സൺഫ്ലവർ സീഡ്സും ഏറ്റവും ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. അത് ചേർത്തിട്ട് ഒരു 2 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം അല്ലേ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പൊടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൾസ് മോഡിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി സെയിം പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഡേറ്റ്സ് കുരുകളഞ്ഞെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പോളം ഡേറ്റ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഡേറ്റ്സ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണമായിരുന്നു കേട്ടോ. അപ്പം ഞാനിവിടെ അത് ചെയ്യാൻ മറന്നു, അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം എടുത്തോട്ടോ ഇതൊന്ന് ഉടഞ്ഞു വരാൻ വേണ്ടി. അപ്പം നിങ്ങൾ ചെയ്യുമ്പം ജസ്റ്റ് ഇത് മിക്സിയുടെ ജാറിൽ അടിച്ചതിന് ശേഷം വേണം ചെയ്യാൻ കേട്ടോ. എന്നിട്ട് നമ്മൾ പൊടിച്ചു വെച്ച ആ ഒരു നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കുക. ഏറ്റവും അവസാനം വെളുത്ത എള്ളും പിന്നെ കറുത്ത എള്ളും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഓരോ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഓരോന്ന് വീതം ഒരു ദിവസം കഴിക്കുന്നത് ഒരുപാട് ആരോഗ്യത്തിന് നല്ലതാണ്. ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചെടുത്താൽ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ആ ഒരു പംകിൻ സീഡ്സും പിന്നെ കാൽഷ്യം, മഗ്നീഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതിൽ. ഇതിപ്പോൾ നമുക്ക് പുറത്താണെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ പുറത്തും സ്റ്റോർ ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നമ്മളിതിൽ വെള്ളമൊന്നും അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെ ആയിട്ട് സുഡിയോയിൽ നല്ല ഓഫറായിരുന്നു കേട്ടോ. കാരണം കുട്ടികളുടെ ഡ്രസ്സിന്, ടീഷർട്ട്സിനൊക്കെ 199 റേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ കുർത്തീസൊക്കെ ഉണ്ടല്ലോ, ടോപ്പ്, അതിനൊക്കെ ലേഡീസിൻ്റെയൊക്കെ ആണെങ്കിലും 399 ആ ഒരു റേറ്റ് ആയിരുന്നു. ഞങ്ങൾ കാര്യമായിട്ട് പർച്ചേസ് ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഒരു ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ടൊന്ന് പുറത്തിറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ന്യൂ ഇയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പം എല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുത്തിട്ടുണ്ടാവില്ലേ. മനസ്സിലെ നെഗറ്റീവ് തോട്ട്സ് എല്ലാം കളഞ്ഞ് പോസിറ്റീവായി മാത്രം ചിന്തിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു പുതുവർഷത്തെ വരവേൽക്കാം. ഒരുപാട് നല്ല പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ആയിരിക്കും തുടക്കത്തിൽ എല്ലാവർക്കും. എന്നാൽ പിന്നീട് എന്താവും, നമ്മൾ മടി, നിരാശ എല്ലാം കൊണ്ട് നമ്മൾ ലക്ഷ്യത്തെ ഉപേക്ഷിക്കും. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ അതിൻ്റെ നഷ്ടം നമുക്ക് തന്നെയായിരിക്കും. അപ്പോൾ ഓരോ നിമിഷവും പ്രൊഡക്റ്റീവ് ആയിരിക്കാൻ നോക്കിയാൽ ഓരോ ദിവസവും നമുക്ക് പോസിറ്റീവ് ആകും. ഇപ്പോൾ നിങ്ങൾക്കല്ലേ ഏതെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെങ്കിലും അതൊരു ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കാട്ടോ. എന്നിട്ട് പല പ്രാവശ്യവും നിങ്ങൾ ഉറങ്ങാൻ നേരത്ത് അത് ജസ്റ്റ് ഒന്ന് വായിക്കുക. എന്നിട്ട് നിങ്ങളത് നേടിയതായിട്ടൊക്കെ സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നിങ്ങൾ അനുഭവിച്ചതായിട്ടൊക്കെ ഓർക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പരിശ്രമിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കൂടത്തേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ആദ്യം തന്നെ ഒരു ഗുഡ് ഹാബിറ്റ് വളർത്തുക. രാവിലെ എഴുന്നേൽക്കുക, പിന്നെന്താ എഴുന്നേറ്റ ഉടനെ മൊബൈലൊന്നും നോക്കാതെ പോസിറ്റീവായി ചിന്തിച്ച് ഡീപ്പ് ബ്രീത്ത് ഒക്കെ എടുത്ത് അങ്ങനെ യോഗ, എക്സസൈസ്, അങ്ങനെ ജോഗിങ്, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം 1/2 മണിക്കൂർ അതിനു വേണ്ടിയൊക്കെ കണ്ടെത്തുക. പിന്നെ കൃത്യമായിട്ടുള്ളൊരു ഷെഡ്യൂൾ തന്നെ നിങ്ങൾ തയ്യാറാക്കുക. ചില ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഹെൽത്തി ഫുഡ് ശീലമാക്കുക, ജങ്ക് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെന്താ, ഇതൊക്കെ നമുക്കിപ്പം ഒരു ദിവസത്തേക്ക് വേണ്ടിയൊക്കെ ചെയ്യുമ്പോൾ മാത്രമല്ല കേട്ടോ, നാളെ ഓരോ ദിവസവും നമ്മളിത് ആവർത്തിക്കുമ്പോൾ പിന്നെ അത് ശീലങ്ങളായിട്ട് മാറിക്കോളും. അങ്ങനെ ആ ശീലങ്ങളിലൂടെ കരുത്തുറ്റവരായിട്ട് മുന്നേറാം എന്ന പ്രതീക്ഷയിൽ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.